പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 26-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രിയ ദൈവവേദനയെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥൻ ഈ 7-ാം മാസത്തിൻ്റെ അവസാനത്തെ സ്തോത്രം ഞായറാഴ്ച വിശുദ്ധ ആരാധനയുടെ പ്രഭാതം കാണുവാൻ സ്വർഗം ഭാഗ്യം നൽകിയല്ലോ. കഴിഞ്ഞ നാളുകളിൽ എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നേരിട്ടും അല്ലാതെയും മെസ്സേജുകൾ കൂടെ ഫോൺ കോളുകളിൽ കൂടെയൊക്കെ അറിയിച്ച ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വരുന്നു. അനവധി വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുവാനിടയായി ആ നല്ല സാക്ഷ്യങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രോഗബലഹീനതകളിൽ നിന്നും, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും, മാനസികമായ നിരാശകളിൽ നിന്നുമെല്ലാം ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകി തൻ്റെ ജനത്തെ സ്തോത്രം ആദരിച്ചത് സാക്ഷ്യങ്ങളിൽ കൂടെ കേൾപ്പാനിടയായി. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതം സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരിക്കൽ കൂടെ ഈ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയാണ് സ്തോത്രം ഈ പ്രഭാതവും നിങ്ങളുടെ അരികിൽ സന്ദേശവുമായി എത്തുവാൻ സർവകൃപാലുവായ ദൈവം കൃപ നൽകിയത്. ഈ പ്രഭാതം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരന് പ്രകാരം പാടുന്നു: യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. മനുഷ്യർ ഒരിക്കലും നിരാശയോടുകൂടെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ജനം തന്നിൽ ആശ്രയിക്കുമ്പോൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യരില്ല. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിയുമ്പോൾ അതിലും ഗൗരവമുള്ള മറ്റു വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. പലതും സഹിച്ചു മടുത്ത് ജീവിതം തന്നെ ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരും കുറവല്ല. ഇങ്ങനെ ഇനി എത്ര നാൾ ജീവിക്കണം? എത്ര നാൾ ഈ ഭാരമെല്ലാം ഞാൻ തനിയെ ചുമക്കണം? എത്ര കാലം ഈ രോഗങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കും? ഈ സങ്കടങ്ങൾ ഞാൻ എത്ര കാലം കണ്ടുകൊണ്ടിരിക്കണം എന്ന് തുടങ്ങി സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കാണുവാൻ അശക്തനാണെന്ന് അവൻ തിരിച്ചറിയുന്നു. തൻ്റെ സഹോദരനായ അഹരോൻ മരിച്ചപ്പോഴുണ്ടായ തീവ്രമായ ദുഃഖം നിമിത്തം മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചു: യഹോവേ, മടങ്ങി വരേണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. പലപ്പോഴും നമ്മുടെ ഉറ്റവരും ഉടയവരും വേർപെട്ടു പോകുമ്പോൾ ദൈവം നമ്മെ വിട്ടുപോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന തോന്നലുകൾ നമ്മൾ പലരിലും ഉണ്ടാകാം. നിരവധി വിഷയങ്ങളുടെ നടുവിൽ അവൻ താങ്ങാനാകുവാൻ കഴിയാതെ ഇനി ഒന്നും നമുക്ക് സാധിക്കുകയില്ല, ഇനി ഒന്നും നമുക്ക് മുന്നോട്ട് ഒരിക്കലും പോകുവാൻ കഴിയുകയില്ല, ഈ പ്രശ്നത്തെ പരിഹരിപ്പാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ദൈവസന്നിധി നാം ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളുമായി കർത്താവേ, ഇത് എത്രത്തോളമെന്ന്, ഈ വിഷയങ്ങളാൽ വിടുതലിനി ലഭിക്കുകയില്ല, ഈ വിഷയങ്ങളിൽ എനിക്കൊരു വിടുതൽ ഉണ്ടാകുകയില്ല, എത്രത്തോളം ഈ ഭാരങ്ങൾ ഞാൻ വഹിക്കണം? എത്രയോ ദൈവമക്കൾ ലോകത്തിലുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന എത്രയോ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. അതുപോലെ ഹൃദയം തകർന്നു ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഭക്തനെ മറികടന്നു പോകുവാൻ ദൈവത്തിനും കഴിയുകയില്ല.
പ്രിയ ദൈവത്തിലെ ആമേ സ്തോത്രം, ഹാലേ, ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. ദൈവത്തിനും നമ്മുടെ നിലവിളി കേട്ട് മുന്നോട്ട് പോകുവാൻ ഒരിക്കലും കഴിയത്തില്ല. ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള ഒറ്റ നിലവിളിയിൽ തന്നെ യേശുവിൻ്റെ പാദം നിലയ്ക്കുവാനിടയായി. ബർത്തമായുടെ അരികിൽ അവൻ യേശു നിന്നു. അവൻ ആവശ്യമായ മറുപടി നൽകി. അവൻ്റെ സ്തോത്രം കണ്ണുകൾക്ക് കാഴ്ച നൽകുവാനിടയായി. ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാർ ദൈവവചനപ്രകാരം ജനത്തെ നടത്തുവാൻ നോക്കിയിട്ടും അവർ അനുസരണക്കേട് കാണിച്ച് തങ്ങൾക്കിഷ്ടമുള്ള വഴിയെ നടക്കുന്നത് കണ്ടിട്ട് ഹൃദയം നുറുങ്ങി ജനത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാലുവെക്കും? പ്രിയ ദൈവവേദനേ, പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചത് മുതൽ നോഹ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, ഈ മഴയ്ക്കൊരു അവസാനമില്ലയോ? ഈ പെട്ടകം ഒരു കരയിൽ ഉറയ്ക്കയില്ലയോ? എത്ര നാളിങ്ങനെ ഒഴുകി നടക്കേണ്ടി വരും? 150 പരം ദിവസം നോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. പ്രിയ ദൈവത്തിലെ 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കുഞ്ഞേ, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മറുപടി ദൈവം ഈ 7-ാം മാസം അത്ഭുതമായി നിന്റെ കരങ്ങളിൽ നൽകുവാനിടയാകും. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി നൽകിയതുപോലെ, മൊർദെഖായിയുടെ പ്രാർത്ഥനയുടെ മറുപടി കണ്ടതുപോലെ, കുഞ്ഞേ, ഈ പ്രഭാതം പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ നൽകുവാനിടയാകും. ആമേ സ്തോത്രം. കഴിഞ്ഞ 7 മാസക്കാലം നീ ദൈവസന്നിധി നിലവിളിച്ച നിലവിളിക്കും, നീ ഞരങ്ങിയ ഞരക്കത്തിനും കുറുമ്പുറാവ് പോലെ കുറുകിയ നിന്റെ കുറുകലിനും ഈ 7-ാം മാസം സ്വർഗം മറുപടി നൽകുവാനിടയാകും. ഈ 7-ാം മാസത്തിന്റെ 26-ാമത്തെ പ്രഭാതം, ആമേൻ ഹാലൽ, ഈ മാസത്തിന്റെ ഒടുവിലത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കുകയില്ല. നിന്റെ നിലവിളി പ്രാർത്ഥനയും ദൈവം കാണാതെ പോകയില്ല കുഞ്ഞെ. ആരെല്ലാം നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ കൈവിട്ടാലും, പ്രിയ ദൈവവേദലേ, ദൈവം നിന്നെ മറക്കുകയില്ല. നിന്റെ മുഖം നിനക്ക് ദൈവം മുഖം മറയ്ക്കുകയില്ല കുഞ്ഞെ. തുടർന്നുള്ള ദിനങ്ങളിൽ നിന്റെ സീസന്റെ ദിനങ്ങളായിരിക്കുമെന്ന് ആത്മാവിൽ നിന്ന് പ്രവചിക്കുകയാണ്. ആമേൻ സ്തോത്രം. ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? ഭക്തന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചതുപോലെ ഇന്ന് പ്രഭാതം അവൻ ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദാസിദാസന്മാരോടും പരിശുദ്ധാത്മാവിൽ പറയട്ടെ, പ്രാർത്ഥനയുടെ മറുപടികൾ കാണുന്ന ദിനങ്ങളാകുന്നു. ഈ ദിവസങ്ങളിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കാണുന്ന ദിനങ്ങളായി മാറാൻ പോകുന്നു. ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് കരങ്ങളിൽ തരും നിശ്ചയമായിട്ടും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ദർശനത്തിന്റെ അവധി അവസാനിക്കുവാൻ പോവുക കുഞ്ഞെ. ആമേൻ. ദർശനത്തിന്റെ അവധി അവസാനിക്കാൻ പോവുക. ഈ 7-ാം മാസം നിന്റെ ദർശനത്തിന്റെ അവധി അവസാനിക്കാൻ പോവുകയാണ്. ബന്ധപ്പെടുകയാ. അത് നിശ്ചയമായും നിന്റെ കരങ്ങളിൽ ലഭിക്കുക തന്നെ ചെയ്യും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഭക്തൻ പാടിയതുപോലെ, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കുമെന്ന് എത്രയോ പ്രാവശ്യം ഞങ്ങൾ കർത്താവെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് പ്രഭാതം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ നൽകിയ ആ നല്ല നാഥന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ദൈവത്തെ പാടുവാനും ആരാധിപ്പാനും സ്തുതിപ്പാനും സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു പ്രഭാതം കൂടെ നൽകിയതിനായി സ്തോത്രം ചെയ്തു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതം നാഥ, അങ്ങയുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ആരാധിക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന, യാചിക്കുന്ന, അപേക്ഷിക്കുന്ന സകല വിഷയത്തിനും എൻ്റെ ദൈവത്തിൻ്റെ മറുപടി നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, രോഗികളായി അനേക പ്രിയപ്പെട്ടവർ കർത്താവെ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, മാനസികമായ നിരാശകളിൽ കൂടെ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കൂടെ, വാർദ്ധക്യ ബലഹീനതയിൽ കൂടെ. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. തൻ്റെ മക്കളെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നുവോ ഇന്ന് പ്രഭാതം ആമേ സ്തോത്രം, ഹല്ലേലൂയ, തൻ്റെ മക്കളോട് മുഖം ആമേ സ്തോത്രം മറയ്ക്കാതെ, പ്രാർത്ഥനയുടെ മറുപടി ആമേ സ്തോത്രം ഹല്ലേലൂയ എടുത്തു കളയാതെ ദൈവം എല്ലാ വിഷയത്തിനും മറുപടി നൽകാതിരിക്കണം, അനുഗ്രഹിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യും, മകത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.